അപ്പോൾ പാട്ടൊക്കെ പാടി എങ്ങോട്ടാന്ന് ചോദിച്ചാൽ പണിക്ക് പോകട്ടെ. പക്ഷേ ഇന്ന് പണിക്ക് പോകാൻ എനിക്ക് യാതൊരുവിധ മടിയായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഒടുക്കത്തെ മഴയും കാറ്റും, പിന്നെ ഇന്ന് പാലയ്ക്ക് പോകണമെന്ന് വിചാരിച്ച് തന്നെ ഇരുന്നതാണ്. പക്ഷേ അതൊക്കെ മാറ്റി വെച്ചിട്ട് ഞാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ വാർഡിലെ സിസ്റ്ററുണ്ട്, ഇൻചാർജ് സിസ്റ്ററിൻ്റെ ഫീസ്റ്റായിരുന്നു. സോ അപ്പം എന്തായാലും വൈബടിച്ച് ചില്ലടിച്ച് പോകാമല്ലോ എന്ന് വിചാരിച്ച് വന്നതാണ്. അത് കഴിഞ്ഞ് ആ പരിപാടി കഴിഞ്ഞപ്പോൾ തന്നെ വീട്ടിൽ പോകണമെന്നാണ് എൻ്റെ മെയിൻ പ്ലാൻ. അങ്ങനെ കേക്കൊക്കെ വാങ്ങിച്ച് ഹാഫ് കെ ജി കേക്കൊക്കെ പറഞ്ഞ് ഞാൻ ചോദിച്ചു, ചേട്ടാ ഒരു റോസാപ്പൂ വരച്ച് തരാമോ? സിസ്റ്ററിൻ്റെ പേര് ജിത റോസ് സിസ്റ്റർ എന്നാണ്. അപ്പോൾ റോസാപ്പൂ വരച്ചാൽ മതി എന്ന് പറഞ്ഞു. ചേട്ടന് ചിത്രകളിലെ ഭയങ്കര പാരമ്പര്യമായതുകൊണ്ടും ചേട്ടൻ റോസാപ്പൂ വരയ്ക്കാൻ അറിയില്ല എന്ന് പറഞ്ഞു. സോ ഞാനതൊന്നും വേണ്ട, എന്നാൽ ചേട്ടാ നമുക്ക് അടുത്ത പണി നോക്കാമെന്ന് പറഞ്ഞിട്ട് ഞാൻ കുറച്ച് റോസാ പൂക്കൾ വാങ്ങിച്ചു. ഇതിൻ്റെ ക്രെഡിറ്റ് സ്നേഹിക്കട്ടോ. സ്നേഹ എന്നോട് പറഞ്ഞു ഈ ഐഡിയ കുറച്ച് ഫ്ലവേഴ്സ് വാങ്ങിക്കോ കൊടുക്കാമെന്ന്. അങ്ങനെ ഫ്ലവേഴ്സൊക്കെ വാങ്ങിച്ച് ഓട്ടോയും പിടിച്ച് അതേ ഞാൻ പിന്നെയും മോർണിംഗ് സ്റ്റാറിലെത്തി. പിന്നെയും തിരിച്ച് അതേപടി കാലും കുടയും കൂട്ടി റാണി ചേച്ചീനുമായിട്ട് തിരിച്ചിറങ്ങി എസ് ബി പോയി. എസ് ബി യിൽ പോയിട്ട് എന്താ പരിപാടിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ശരിയാക്കാൻ പോയത്. പക്ഷെ അതൊന്നും നടന്നില്ല. ഞങ്ങൾ പിന്നെയും നടന്ന് കുറേ കടകളൊക്കെ തെണ്ടിക്കറങ്ങിയിട്ടും ലാസ്റ്റ് വന്ന ഓപ്ഷനാണിത്. എന്ത് മീൻ വാങ്ങിച്ചു കൊടുക്കാം. സിസ്റ്ററിനാണ് ഭയങ്കര ഇഷ്ടമാണ് ഈ മീൻ വളർത്തും പരിപാടിയൊക്കെ. അപ്പോഴത്തേനും ഞാൻ കുറച്ച് ഇങ്ങനെ തീപ്പത്തിയറിഞ്ഞ് നിന്നു. കാരണം ഇതിൻ്റെ അകത്തുനിന്ന് ഏതെടുത്ത് കൊടുക്കുന്നു കുറേ എണ്ണം വരുമ്പോഴത്തേനും ഇതിനകത്തുനിന്ന് എന്തൊക്കെ സെലക്ട് ചെയ്യുന്ന ഒരു പേരൊന്നും മനസ്സിലാവും. ഒന്നിൻ്റെ മീനിൻ്റെ പേര് ആകെപ്പാടെ ഫൈറ്ററിനെ ഗപ്പീനെ മാത്രമേ എനിക്കറിയത്തുള്ളൂ. ഏറ്റവും ലാസ്റ്റ് കുറേ പക്ഷികളൊക്കെ ഉണ്ട്. ഇതിനൊന്നും വാങ്ങിച്ചു കൊടുക്കളത്തിലാണ് എനിക്കില്ലാത്തത് കൊണ്ട് നമുക്ക് പറ്റിയത് നോക്കാം ചേച്ചി എന്ന് പറഞ്ഞിട്ട് നമുക്ക് 2 പേർക്കും കൂടെ ഏത് വേണമെന്ന് ചോദിച്ചാൽ ഞാൻ കുറേ അതിൻ്റെ കൂടെ തെണ്ടി നടന്നു. പക്ഷേ ലാസ്റ്റ് ഞങ്ങൾ എനിക്ക് 2 പേർക്കും ഇഷ്ടപ്പെട്ടത് ഫൈറ്ററിനെ ആയിരുന്നു. ഒരു കുഞ്ഞു ഫൈറ്ററിനെ ഒരു കുഞ്ഞു ബൗളും കൂടെ വാങ്ങിച്ചു കൊടുക്കാൻ കുറച്ച് സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ അതൊക്കെ വാങ്ങിച്ച് സെറ്റ് ചെയ്തു. അത് ചേച്ചിയോട്ട് പാക്ക് ചെയ്ത് തന്നു. നല്ല സൂപ്പറായിട്ട് പാക്കൊക്കെ ചെയ്തു തന്നു. കാലൻ കൂടെയുമായിട്ട് ഞാൻ നേരെ ഹോസ്പിറ്റലിലോട്ട് തിരിച്ച് കയറി. പിന്നെ ഇതായിട്ട് നമ്മുടെ കേക്ക്, ബ്ലാക്ക് ഫോറസ്റ്റ് കേക്ക്. ബ്ലാക്ക് ഫോറസ്റ്റ് ആണോ എന്ന് ഞാൻ മണ്ടത്തെ ക്രീം കണ്ടപ്പോൾ ഓർത്താന്ന് വെച്ചാൽ ബ്ലാക്ക് ഫോറസ്റ്റ് തന്നെയായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാണ് നമ്മുടെ ടീം. ചെറിയൊരു സെൽഫിയൊക്കെ എടുത്ത് അതാണിത്. പിന്നെ ഇതൊരു ചെറിയ ഫോട്ടോഷൂട്ടായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ സിസ്റ്റർ വന്നു. സിസ്റ്റർ അവിടെ കിടന്ന് നമുക്ക് കട്ട് ചെയ്യുന്നതാണ്. അത് കണ്ടോ വലിക്കുന്നുണ്ട്. ഇത് അന്നമാരിങ്ങോട്ട് വന്ന് കുറേ നേരം കിടന്ന് വലിച്ചു. അത് കഴിഞ്ഞിട്ട് ആരും വന്നില്ല. സിസ്റ്റർ അതിനെ കേക്ക് കട്ടിയിട്ട് വന്നു. എൻ്റെ സിസ്റ്റർ കേക്കൊക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും കൊടുത്തു. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നല്ല രസമായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. ഇതാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ച ഫൈറ്റർ, ഞങ്ങളുടെ വാർഡിൻ്റെ സർപ്രൈസ്.